Welcome back to Nexa PNC Consultant, India's first independent paints and coating consultant who can provide you the best system recommendations and specifications for your painting projects. Myself, Rajin Gangadharan. ഒരു ബെറ്റർ സ്പോട്ട് ഫ്ലോർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അതിന് ഏതെല്ലാം സ്പെസിഫിക്കേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാമെന്നും പ്രീവിയസ് എപ്പിസോഡ്സിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഒരു ഇൻഡസ്ട്രിയൽ സെഗ്മെന്റിലേക്ക് വരികയാണെങ്കിൽ, if you are constructing a car parking area for a shopping mall or residential apartment or commercial complex, we always recommend some better admixtures while plastering or concreting the floor. എന്തുകൊണ്ടെന്നാൽ admixtures നിങ്ങളുടെ ഫ്ലോർ സ്ട്രെങ്തനിങ് ചെയ്യുന്നതിന് സഹായിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഇറ്റ് വിൽ പ്രൊവൈഡ് എ ബെറ്റർ ലീനിയാരിറ്റി വൈൽ പ്ലാസ്റ്ററിങ്. ഒരു ലീനിയർ ഫ്ലോർ ആഫ്റ്റർ ക്യൂറിങ് നമുക്കതിലൊരു ബെറ്റർ പെൻട്രേറ്റിംഗ് സീലർ റെക്കമെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദീസ് പെൻട്രേറ്റിംഗ് സീലർ ബേസ്ഡ് ഓൺ ദി ടോപ്പ് കോട്ട്സ് വിച്ച് വി ആർ റെക്കമെൻഡിങ് ഫോർ ദ സിസ്റ്റം. ഇന്ന് ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒട്ടുമിക്ക കാറുകളും 3 ടൺ കർബ് വെയ്റ്റിന് താഴെയുള്ള കാറുകളാണ്. If you are taking an example of an Land Cruiser, it having a carb weight of 2900 kg. അപ്പോൾ ഈ ഒരു വെഹിക്കിൾസിൻ്റെ പേലോഡ് കപ്പാസിറ്റി കൂടി കൺസിഡർ ചെയ്താൽ ഒരു 4 to 5 ടൺസ് വരെ പേലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഫ്ലോറിംഗ് ആയിരിക്കണം നമ്മളൊരു കാർ പാർക്കിംഗ് ഏരിയയിൽ റെക്കമെൻഡ് ചെയ്യേണ്ടത്. കാർ പാർക്കിംഗ് ഏരിയ നേക്കഡ് ആയിട്ട് നിങ്ങൾ നിലനിർത്തുകയാണെങ്കിൽ ആഫ്റ്റർ സം ഇയേഴ്സ് അവിടെ ക്രാക്സും അതേപോലെ മറ്റ് ഡിഫോമിറ്റീസും വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ആൻഡ് ഇറ്റ് വിൽ ലീഡ് ടു ദി ഡസ്റ്റ് പൊല്യൂഷൻ ആൻഡ് അതർ മെയിൻ്റനൻസ് വർക്ക് ആസ് വെൽ. ഒരു തിരക്കേറിയ ഷോപ്പിംഗ് മാൾ അല്ലെങ്കിൽ ഒരു തിരക്കേറിയ ഷോപ്പിംഗ് കോംപ്ലക്സ് അവിടെ ഒരു റീവർക്ക് ചെയ്യുന്നത് by evacuating all the vehicles from the car parking area, it is very difficult. So we always recommend to go for an epoxy flooring on the car parking areas. Epoxies, we are using self-levying epoxies. അതൊരു 3 ലെയറോ 4 ലെയറോ ആവാം. And if you are more interested on the aesthetic feature, we can offer some PU top coats over that. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ മാർക്കിങ്സ്. പക്ഷേ നിങ്ങളൊരു വെയർഹൗസ് അല്ലെങ്കിൽ ഒരു ഗോഡൗൺ ആണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ 4 ടൺസ് അല്ലെങ്കിൽ 5 ടൺസ് പേലോഡ് പോരാ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ദർ മേ ബി എ ട്രാഫിക് ഓഫ് അറൌണ്ട് 40 to 50 ടൺ ട്രക്സ്. അപ്പോൾ 40 to 50 ടൺസ് വരെ പേലോഡ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഹൈ ഡെൻസിറ്റി എപ്പോക്സീസ് അല്ലാന്നുണ്ടെങ്കിൽ സെറാമിക് ടൈപ്പ് കോട്ടിങ്സ് ആയിരിക്കും നമ്മളൊരു വെയർഹൗസ് അല്ലെങ്കിൽ ഒരു ഗോഡൗണിൽ റെക്കമെൻഡ് ചെയ്യുന്നത്.